മരിച്ചുപോയ മാതാപിതാക്കളെ എങ്ങനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്? ഒന്ന്, അവരുടെ പേരിൽ സ്വതക്ക കൊടുക്കാം. രണ്ട്, ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളെ നന്നായി തൃപ്തിപ്പെടുത്തുക. എന്നാൽ മരിച്ച ഉപ്പയും നമ്മളോട് ഒരു ഇഷ്ടം ഉണ്ടാവും, ഉപ്പാക്കും ഉണ്ടാവും, ഉമ്മാക്കും ഉണ്ടാവും. മൂന്ന്, ഒരെ ഖബർ സിയാറത്ത് ചെയ്യാം. നാല്, മരിച്ചുപോയ മാതാപിതാക്കൾ ജീവിതകാലത്ത് ആരെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ടോ അവരെയൊക്കെ സ്നേഹിക്കുക. ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് പള്ളിയിൽ ഉസ്താദിന്, അപ്പോൾ നമുക്ക് നല്ല ഇഷ്ടമുണ്ടാവും. റമദാനിൽ ആരെങ്കിലുമൊക്കെ വീട്ടിൻ്റെ വാതിൽക്കൽ വന്നാൽ 10 രൂപ വീതമാണ് ഉമ്മ കൊടുക്കൽ. പക്ഷേ ആ പെണ്ണുങ്ങൾ വന്നാൽ 100, 200 നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് ഉമ്മ കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ വന്നാൽ നമ്മൾ ആ പരിഗണന ഇന്നും കൊടുക്കുക. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ ഒരു വഴിയിലൂടെ പോകുമ്പോൾ പ്രായമുള്ള ഒരു മനുഷ്യനെ കണ്ടു. കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങി ഈ കഴുത അയാൾക്ക് ഹദിയായിട്ട് കൊടുത്തു. തലയിൽ വെച്ച തലപ്പാവ് ഇതിട്ട് അയാൾക്ക് വെച്ചു കൊടുത്തു. സന്തോഷിപ്പിച്ചിട്ട് അയച്ചു. ശിഷ്യന്മാർ ചോദിച്ച്, ഉസ്താദ് എന്താ അവരെ ഭയങ്കരമായിട്ട് ബഹുമാനിച്ചേക്കണത്? ഓർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഉണ്ട്. ഉസ്താദിന് തലപ്പാവ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറെയുണ്ട്. ഈ മുന്തിയ തന്നെ എന്തിനാ കൊടുത്തത്? ഈ വാഹനം തന്നെ, ഇഷ്ടപ്പെട്ട വാഹനം തന്നെ എന്താ കൊടുത്തത്? അതെ, കാരണമുണ്ട്. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല. എന്താ പ്രത്യേകത ഉള്ളത്? അവരെ എൻ്റെ ഉപ്പ ഉമർ റളിയല്ലാഹു അൻഹു എൻ്റെ സുഹൃത്താണ്. അതെന്നെ പ്രത്യേകത. ഉപ്പാന്റെ സുഹൃത്തുക്കളെ പരിഗണിക്കൽ ഉപ്പാനെ പരിഗണിക്കല എന്ന് മുത്തനബി പറഞ്ഞിട്ടുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മാനോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തിനാ നമ്മൾ ഈ കല്യാണ വിഷയത്തിൽ ഭയങ്കരമായിട്ട് മൂത്താപ്പ് ഇടപെടുന്നത്? അയാൾ വല്ല ഫണ്ടായിട്ട് തരുന്നുണ്ടോ? ലിബറലിസം തലയിൽ കയറിയിട്ടാ പിള്ളേർ അങ്ങനെ പറയണത്. അന്ന് നിർത്തണം ഉമ്മമാരെ, അന്ന് നിർത്തിപ്പിക്കണോനെ. നീ എന്താ പറഞ്ഞ മുത്താപ്പന? ആരുടെ മുത്താപ്പ്? എനിക്കറിയാം. ഉപ്പ പണ്ട് 4 കൊല്ലം അസുഖമായിട്ട് കിടന്നപ്പോ നിങ്ങളല്ല പൊന്നു പോലെ നോക്കിയത് ആ മുത്താപ്പയാ. ഇന്ന് വയസ്സായിട്ട് കിടക്കുമ്പോ എനിക്ക് വിലയില്ലല്ലേ? അന്ന് നിർത്തിക്കൊള്ളണം. മൂത്തമ്മ ഇളയമ്മമാരോടുള്ള പരിഗണന പഠിപ്പിക്കേണ്ടത് ഉമ്മയാന്ന്. മൂത്താപ്പ ഇളയപ്പമാരോടൊക്കെ കല്യാണം കഴിച്ച ചെക്കനോട് ചോദിക്കുക, നീ എവിടെയെല്ലാം നിന്റെ ഫാത്തിമാനെയും കൂട്ടിയിട്ട് പോയി ബീച്ചിൽ പോയി, മാളിൽ പോയി, പലയിടത്തും പോയിക്കോന്നല്ല, എന്നെ പോയിക്കോ, പ്രശ്നമില്ല. നീ എൻ്റെ ഭാര്യയായിട്ട് അത് ആ മൂത്താപ്പനെ കാണാൻ പോയാ എന്താടാ? എനിക്കൊക്കെ മൂത്താപ്പനെ അറിയാം, എനിക്കൊക്കെ ജീവിതം അറിയാം. അതാരാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഉപ്പയും ഉമ്മ എന്നെ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് നേരെ ഉൾട്ടേ പഠിപ്പിച്ചു കൊടുക്കല്. എവിടെ പോകുന്നറ? മൂത്താപ്പൻ്റെ അടുത്ത്. എന്താ കാര്യം? കല്യാണം കഴിച്ച് എവിടെ പോയിട്ടില്ലല്ലോ. പോകുന്നതെല്ലാം നല്ല തന്നെ അങ്ങനെ വലിയ കട്ടൊന്നും വാങ്ങേണ്ട കടയിലുള്ളതാണ്. ഒന്ന്. രണ്ട്, ഇനി കുറേ സമയം ആടെ ഇരിക്കാൻ നിൽക്കേണ്ട. മൂത്തമ്മ നല്ലോണം ഗീബത്തും മീമത്തും പറയുന്ന ആളാണ്. അതുകൊണ്ട് ഒന്നാട് ഒരു 5 മിനിറ്റ് തിരക്കുണ്ട് എന്നിട്ട് ഒറ്റ വരത്ത് വന്നോ. എന്താ കാരണം? സബബ് എന്താണ്? ഇല്ലത്തെന്താണ്? നല്ലോണം ഗീബത്ത് പറയുന്ന ആളാണ്. അപ്പോൾ ഇപ്പം ഈ ഉമ്മ മൂത്തമ്മാനെ കുറിച്ച് എന്താ പറഞ്ഞു കൊടുത്തത്? ദലാൽ ഖൈറാത്ത, മിർദു ലത്തീഫ എന്താ പറഞ്ഞു കൊടുത്തത്? പിന്നെ എങ്ങനെ ഈ കുട്ടി നന്നാവില്ല? ബഹുമാനിക്കപ്പെടേണ്ടവരോടുള്ള ബഹുമാനം പഠിപ്പിക്കാതെ കുട്ടികൾ നന്നാവോ?